ചെറിയ നോമിനേഷന്റെ കോളുകളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആദിലയും ഷാനവാസും രണ്ടുപേരും രക്ഷപ്പെട്ടത് എങ്ങനെയൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നത് വെച്ചാല് ഇവിടെ എല്ലാവർക്കും കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആദിലിനെയും ഷാനവാസിനെയും മറ്റുള്ളവർ എസ്കേപ്പ് ചെയ്യാൻ സമ്മതിക്കത്തില്ലായിരുന്നു. അപ്പോൾ ഏതായാലും ശരി, ആദിലയും ഷാനവാസും ഒഴിച്ച് ബാക്കി എല്ലാവരും നോമിനേഷനിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയാൻ വന്നത് ഇക്കാര്യമല്ല. എനിക്ക് ശരിക്കും ഇന്നത്തെ ആ ഒരു ലൈവില് അനുമോളോട് ഭയങ്കര റെസ്പെക്ട് തോന്നി. കാരണമുണ്ട്, ഈ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അനുമോൾ അറിയുന്നുണ്ടോ ഇല്ലയോ എന്ന് വരെ സംശയം തോന്നുന്ന തരത്തില് നമുക്കൊരു അതിശയം തോന്നും. ഇപ്പൊ ലക്ഷ്മി സ്ഥിരമായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാല് അനുമോള് പ്രത്യേകിച്ച് ബുദ്ധി ഉപയോഗിക്കാൻ കഷ്ടപ്പെടാറില്ല. ആലോചിച്ച് ഒരു കാര്യം എടുക്കുന്നതിനകത്ത് അനുമോള് വീക്കാണ്. അതുകൊണ്ട് തന്നെ പല നോമിനേഷൻ വരുമ്പോഴും അനുമോൾ അത് അസാധുവാക്കാറുണ്ടെന്ന് പറയും. ഇടയ്ക്കൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷെ ചിലപ്പോഴൊക്കെ വളരെ ശക്തമായ രീതിയിൽ തന്നെ ആയിരിക്കും നോമിനേഷനിൽ അനുമോള് ഓരോ പേരുകൾ സജസ്റ്റ് ചെയ്യുന്നത്. അത് ഇനി ഓപ്പൺ നോമിനേഷൻ ആണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് ആലോചിച്ച് തന്നെ അനുമോൾ അത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ ദിവസം അതൊന്നും ആയിരുന്നില്ല. ഇന്നത്തെ ദിവസം മറ്റുള്ളവരെയൊക്കെ മൈൻഡ് ചെയ്യാതെ മാറി ഒരിടത്ത് വന്നിരുന്നിട്ടാണ് അനുമോൾ നോമിനേഷന് വേണ്ടിയിട്ട് പേരുകൾ പറഞ്ഞത്. പക്ഷെ അത് പറയുന്ന സമയത്ത് ഇപ്പൊ അനുമോളെന്ന് ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര്യൻ ഓടി വന്നിരുന്നു. അപ്പൊ പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് അനുമോൾ ഒറ്റയ്ക്കായിരുന്നു. നെവിന്റെ പേരാണ് അനുമോൾ പറഞ്ഞു തുടങ്ങിയത്. ആ തുടങ്ങിയ സമയത്ത് അനുമോൾ അത് പറഞ്ഞിങ്ങനെ കുറച്ചൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ആര്യൻ വന്നെങ്കിലും ആര്യൻ വന്നു, അവിടെ ഇരിക്കുന്നു, അവിടെ ആര്യൻ നീ പോടാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പിന്നെ അവനെ പിടിച്ചു മാറ്റാൻ കഴിയില്ലല്ലോ. പക്ഷെ അനുമോൾ ആ പേര് പറഞ്ഞ് അതിന്റെ എക്സ്പ്ലനേഷൻസ് പറഞ്ഞ സമയത്ത് നെവിനെ കുറിച്ച് ശക്തമായിട്ട് തന്നെ, അതായത് ലാലേട്ടനൊക്കെ തമാശയൊക്കെ കാണിച്ച് നെവിൻ ചെയ്ത പല കാര്യങ്ങളെയും നിസ്സാരമായിട്ട് കണ്ട് നെവിൻ അത്ര നിസ്സാരമായിട്ട് കാണേണ്ട കാര്യങ്ങളൊന്നും അല്ലായിരുന്നു, എന്നാലും ബിഗ് ബോസും ലാലേട്ടനും ഒക്കെ അവരെ ഇങ്ങനെ തമാശയായിട്ടാണ് ഇതൊക്കെ കാണുന്നത്, അങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത് എന്ന് വളരെ ശക്തമായിട്ട് അനുമോൾ അത് സ്ട്രോങ് ആയിട്ട് പറഞ്ഞു. അതായത് അനുമോളിന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്, അത് എനിക്ക് ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതായത് അവരെന്ത് ചിന്തിക്കും, ഇവരെന്ത് പറയും, അല്ലെങ്കിൽ ലാലേട്ടനാണോ ബിഗ് ബോസ് ആണ്, ബിഗ് ബോസ് അങ്ങനെ ബിഗ് ബോസിന്റെ അടുത്ത് അങ്ങനെ പറയരുത്, സോപ്പിട്ട് നിൽക്കണം, അങ്ങനെ ഒരു തോട്ട് അനുമോൾക്കില്ല. എന്നാൽ ഒട്ടും റെസ്പെക്റ്റ് ഇല്ലാതെ അല്ല ലാലേട്ടന്റെ മുന്നിൽ അനുമോൾ നിൽക്കാറുള്ളത്. പക്ഷെ ഒരു നിലപാടൊക്കെ ഉള്ള, അല്ലെങ്കിൽ തനിക്കിതാണ് പറയാനുള്ളത്, ഇതിനപ്പുറം എനിക്കൊന്നുമില്ല എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റമൊക്കെ ഉള്ള, ഒരു ആർജവമൊക്കെ ഉള്ള ഒരു സ്ത്രീ ആയിട്ടാണ് എനിക്ക് അനുമോളെ ഇന്നത്തെ ആ ഒരു നോമിനേഷനിൽ ഫീൽ ചെയ്തത്. അത് നെവിന്റെ കാര്യത്തില്. അടുത്തൊരു കേസ് വരുന്നതെന്ന് വെച്ചാൽ അക്ബറിന്റെ കാര്യത്തിൽ. അക്ബറിനറിയാം അക്ബറിനെ എന്തായാലും അനുമോൾ നോമിനേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അക്ബർ അനുമോളുടെ തൊട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അനുമോള് കണ്ടു അക്ബർ അവിടെ നിൽക്കുന്നത്. എന്നിട്ട് മുഖത്ത് നോക്കി തന്നെ അനുമോൾ അക്ബറിന്റെ പേര് നോമിനേറ്റ് ചെയ്തു. റീസൺസ് എല്ലാം എണ്ണി 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 പറയുന്നു. അക്ബർ അനുമോളുടെ കൺമുമ്പിൽ തന്നെ ഇങ്ങനെ വന്ന് തൊഴുതൊക്കെ കാണിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ അനുമോളാണെങ്കിൽ അക്ബറിന്റെ മുഖത്ത് നോക്കി ഓരോന്ന് പറഞ്ഞ് നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഓരോ കാര്യങ്ങളും അക്ബറിന്റെ മുഖത്ത് നോക്കി പറയുകയാണ്. അതും സൂപ്പർ. കാരണം അനുമോളുടെ മുന്നിൽ വന്ന് നിന്ന് കൊടുക്കുകയാണ് അക്ബർ. പക്ഷെ നല്ല ചങ്കുറ്റത്തോടെ അനുമോൾ അത് കണ്ട് അക്ബറിന്റെ മുഖത്ത് നോക്കി ആ ദോശയുടെ കാര്യമാണ് പറഞ്ഞത്. പക്ഷെ ആ ദോശയുടെ കാര്യം പറഞ്ഞതിനകത്ത് ന്യായമുണ്ട്. അതിനകത്ത് അനുമോളുടെ ഭാഗത്ത് ന്യായമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അനുമോള് കഴിക്കുകയോ വേറെ ആർക്കെങ്കിലും കൊടുക്കുകയോ എന്തെന്ന് വെച്ചാൽ ചെയ്യാം. പക്ഷെ അക്ബറിന് കൊടുത്തിട്ടാണ് അനുമോൾ അങ്ങോട്ട് വന്നത്. അതാണ് അനുമോളോട് സൂചിപ്പിച്ചത്. എന്നിട്ട് ഒരു മാന്യതയും ഇല്ലാതെ അനുമോള് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അക്ബറോടെ പ്രശ്നം ഉണ്ടാക്കി. പക്ഷെ ഈ ഒരു നോമിനേഷൻ കഴിഞ്ഞതിന് ശേഷം അക്ബർ അകത്ത് പോയിരുന്നിട്ട് നെവിനോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, നോമിനേഷൻ എന്ന് പറയുന്നത് പോലും പേഴ്സണൽ ആയിട്ടാണ് ഇവർ എടുക്കുന്നത്. ഈ ഒരു ബിഗ് ബോസ് ഹൗസിനകത്ത് നിന്ന് എലിമിനേറ്റ് ആകാൻ, അല്ലെങ്കിൽ അത്ര ആക്റ്റീവ് അല്ലാത്തവർ വേണം ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എലിമിനേറ്റ് ആക്കേണ്ടത്. അവിടെ പോലും അനുമോള് പേഴ്സണൽ വെണ്ടയ്ക്ക എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. പക്ഷെ അനുമോള് പറയുന്നുണ്ടായിരുന്നു, ഇപ്പോ ഇവിടെയുള്ള എല്ലാവരും നല്ല മത്സരാർത്ഥികളാണ്, എല്ലാവരും നല്ല ആക്റ്റീവാണ് എന്ന് പറഞ്ഞിട്ടാണ് അക്ബറിന്റെയും നെവിന്റെയും പേര് പറയുന്നത്. അക്ബറിന്റെ പേര് പറഞ്ഞത് അത് അനുമോൾ എപ്പോഴും ഉള്ളൊരു രീതിയാണ്. ഒരാൾ ആക്റ്റീവ് അല്ലെന്നുള്ള രീതിയിൽ ചൂസ് ചെയ്യും, അത് നെവിനെയാണ്. അതായത് അത്ര സീരിയസ്നെസ് ഒന്നും ഇല്ല, അത്ര വലിയൊരു ബിഗ് ബോസിന്റെ ഗെയിമിനെ ഒന്നും സീരിയസ് ആയിട്ട് കാണുന്നില്ല എന്നാണ് അനുമോളുടെ ഒരു പക്ഷം. രണ്ടാമത് അനുമോളോട് അങ്ങേയറ്റം മോശമായിട്ട് നെഗറ്റീവായിട്ട്, അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് ഹൗസിൽ അത്രയും അൺഫെയർ എന്ന് ഫീൽ ചെയ്യുന്ന ഒരാളുടെ പേരാണ് അനുമോൾ രണ്ടാമതായിട്ട് അതങ്ങനെ പഠിച്ചു വെച്ചേക്കുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട്. പിന്നെ
വേറൊരു കേസ് പറയുകയാണെങ്കിൽ, ഇതിപ്പോ ഈ 2 തന്റെ ഇടത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇനി മൂന്നാമത്തെ ഒരു തന്റെ ഇടം പറയുകയാണെങ്കിൽ, നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്കിൽ 3 പേരെ ഒന്നിച്ചങ്ങട് ക്യാപ്റ്റൻ ആക്കിയല്ലോ. അപ്പം മുതൽ ഈ അനുമോള് ബിഗ് ബോസിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. തമാശ രൂപേണയാണെങ്കിലും ശരി, എല്ലാവരും കേൾക്കെ തന്നെ അത് ചോദിക്കുന്നുണ്ട്. അതെന്ത് മര്യാദയില്ലാത്ത കാര്യമാണ്. ഇത് ടാസ്ക് ഒന്നും കൊടുക്കാതെ 3 പേരെ അങ്ങ് എളുപ്പത്തിലാക്കിയല്ലോ. അപ്പൊ ഒരു ടാസ്ക് അവിടെ കുറഞ്ഞു കിട്ടിയില്ലേ എന്നുള്ള രീതിയിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. നൂറയും അനുമോളുമാണ് ഇതുവരെ ബിഗ് ബോസ് ഹൗസിൽ ക്യാപ്റ്റൻ ആകാത്തത്. അപ്പൊ അതും അവിടെ ഉറക്കെ തന്നെ വിളിച്ചു പറയുന്നുണ്ട്. ഇവിടെ ഇപ്പം ക്യാപ്റ്റൻ ആകാൻ ആഗ്രഹമുള്ളവരില്ലേ, ഞങ്ങളൊന്നും ക്യാപ്റ്റൻ ആയിട്ടില്ലല്ലോ. ഇപ്പൊ ഓക്കെ, നോമിനേഷനിൽ വരുന്ന, അതായത് മീൻസ് ഇമ്മ്യൂണിറ്റി കിട്ടണ്ട, ഇമ്മ്യൂണിറ്റി ആഗ്രഹിച്ചിട്ടല്ല, അതിന്റെ ആ ഒരു കാര്യം ഞങ്ങൾക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അത് അനുമോൾ അവിടെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ പല തമാശകളും ഇവര് മൂന്നുപേരും മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈ പട്ടാഗേൾസ് മാത്രമാണ് അവസാനം വന്നത്. അപ്പൊ അവര് 3 പേരും പറയുന്നുണ്ട്, ബിഗ് ബോസ് ഹൗസ് സ്ത്രീകൾക്ക് പറ്റിയ സ്ഥലമല്ലേ, ഇവിടെ എല്ലാവരെയും പുരുഷന്മാരെ മാത്രമാണല്ലോ ഇവിടെ നിലനിർത്തുന്നത്, സ്ത്രീകളെയൊക്കെ എലിമിനേറ്റ് ആക്കുകയാണല്ലോ, ബിഗ് ബോസിനെ വെല്ലുവിളിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തമാശകളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അനുമോള് ഒറ്റയ്ക്ക് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ലൈവ് ഇത്രയും വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ഫണ്ണായിട്ട് എല്ലാവരും ഓരോ കാര്യങ്ങൾ പറയുന്നതായിരുന്നു. പക്ഷേ ഇനിയാണ് ടിക്കറ്റ് ഫിനാലെ ടാസ്ക്. നമുക്ക് ആ ടാസ്കിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയിച്ചു വരാം. ബൈ.